ഇതൊക്കെ അബ്രോഡ് PhD എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് ഒന്നുകിൽ ഹയർ CGPA ഉണ്ടോ നോക്കുക. ഹയർ CGPA അല്ലെങ്കിൽ റിസർച്ച് എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കുക. ആദ്യം തന്നെ ഒന്നുകിൽ പേപ്പർ പബ്ലിഷ് ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ കുറച്ച് റിസർച്ച് പ്രൊജക്റ്റിലൊക്കെ ഒന്ന് വർക്ക് ചെയ്തിട്ട് കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ നോക്കുക. എന്നിട്ട് അപ്ലൈ ചെയ്യാൻ നമുക്ക് നോക്കിയിട്ട് കാര്യമുള്ളൂ. പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ ഒന്നുകിൽ നമുക്ക് ഓപ്പൺ പൊസിഷൻസ് ചില പ്രോസസ്സൊക്കെ അഡ്വർടൈസ് ചെയ്യും. ചിലപ്പോൾ ലിങ്ക്ഡിൻ വഴിയോ അല്ലെങ്കിൽ ചില അവരുടെ വെബ്സൈറ്റ് വഴിയോ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് വഴിയോ ഒക്കെ അഡ്വർടൈസ് ചെയ്യും. അപ്പോൾ ഒന്നുകിൽ അതിൽ കയറി അപ്ലൈ ചെയ്യാം. അതും അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് യൂണിവേഴ്സിറ്റി പ്രോസസ്സിന് മെയിൽ അയച്ചിട്ട് അവർക്ക് സെൽഫ് ഫണ്ടിങ് ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ കയറിയിട്ട് അപ്ലൈ ചെയ്യാം. അതും അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് യൂണിവേഴ്സിറ്റി സ്കോളർഷിപ്പുകൾക്ക് അപ്ലൈ ചെയ്യാം. ചില യൂണിവേഴ്സിറ്റികൾ ഓരോ ഇൻടേക്കിലേക്ക് എടുക്കും. ചില യൂണിവേഴ്സിറ്റികൾ ആദ്യം സൂപ്പർവൈസർ ഏതെങ്കിലും പ്രൊഫസറിനെ കണ്ടുപിടിച്ചിട്ട് അതുമായി യൂണിവേഴ്സിറ്റി സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ പറയും. അപ്പോൾ ഇതൊക്കെയാണ് സെയിം മെത്തേഡ് എന്ന് പറയുന്നത്.